ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കേക്ക് റെസിപ്പിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒന്നാണ് ഗ്ലാസ് കേക്ക്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ അതിനായിട്ട് 3/4 ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. 3/4 ലിറ്റർ വെള്ളത്തിലേക്ക് ഈ 1 കപ്പ് പഞ്ചസാര അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതൊന്ന് നന്നായിട്ട് പഞ്ചസാരയൊക്കെ ലയിച്ച് വരണം. അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അത് ലയിച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം നമുക്ക്. ആ സമയത്ത് നമുക്കൊരു പരിപാടിയുണ്ട്, അപ്പോൾ അതിലേക്ക് പോകാം. ലാലിനെ അവിടെ ഇരുന്ന് തിളക്കട്ടെ. ആ സമയത്ത് നമുക്ക് ഞാൻ ജലാറ്റിൻ എടുത്തിട്ടുണ്ട്. ഒരു 50 ഗ്രാമിൻ്റെയാണ് എടുത്തിരിക്കുന്നത്. അത് ഫുള്ള് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് ലയിപ്പിച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ പഞ്ചസാര നന്നായിട്ട് ലയിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ലൂസാക്കി വെച്ചിരിക്കുന്ന ജലാറ്റിൻ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ജലാറ്റിൻ സെറ്റ് ആയിട്ടുണ്ട്. ഞാനത് നമ്മുടെ ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ സ്പൂണിന് ഇതിൻ്റെ അടിഭാഗം ഒന്ന് ലെവലാകുന്ന രീതിയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ ഓളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്കിതിലേക്ക് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇതൊന്ന് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം ആപ്പിളാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ആപ്പിളിൻ്റെ ഈ തൊണ്ട് വശമുള്ള വശം നോക്കി ഇങ്ങനെ വെച്ച് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ കളർഫുള്ളായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ആയി വരുമ്പോൾ കളർഫുള്ളായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഇവിടേക്കായിട്ട് വെച്ച് കൊടുക്കണം. അടുപ്പിച്ച് വെക്കരുത്. നമുക്ക് എല്ലാ ഫ്രൂട്ട്സും വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി നമുക്ക് കുറച്ച് മാമ്പഴം ഇട്ട് കൊടുക്കാം. ഞാൻ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി ഞാൻ കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കുകയാണ്. നല്ല നീളമുള്ള കുരു ഇല്ലാത്ത മുന്തിരിയാണ് ഇത്. അതുപോലെ തന്നെ അതിലേക്ക് ഇനി കുറച്ച് കറുത്ത മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മാതളം ഇട്ട് കൊടുക്കുകയാണ്. ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. എന്താ വെച്ചാൽ അതിൻ്റെ ചെറിയ സ്ഥലങ്ങളിലൊക്കെ ഇത് ഫില്ലായിക്കോളും. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ എല്ലാ ഫ്രൂട്ട്സും ഇട്ടിട്ടുണ്ട്. ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് ഇനി ഇട്ട് കൊടുക്കാം. ഇനി ഇടുമ്പം ജസ്റ്റ് ഇങ്ങനെ വെതറിട്ട് കൊടുത്താൽ മതി. ആ ആപ്പിളിൻ്റെ സൈഡൊന്നും നോക്കണ്ട. നമുക്ക് ഓൾമോസ്റ്റ് അത് ഫ്രണ്ടിൽ വന്നിട്ടുണ്ടാകും. ഓക്കെ, ഇനി നമ്മളുടെ ഇത് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നന്നായിട്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ജലാറ്റിൻ ഒഴിച്ച് നമ്മൾ ഫില്ല് ചെയ്യാൻ പോവാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിൻ്റെ വക്ക് വരെ നിറച്ചെടുക്കണ്ട ഫ്രൂട്ട്സ്. കാരണം ജലാറ്റിൻ ഒഴിക്കുമ്പോൾ അത് ഓൾറെഡി അത് ഫില്ലായിക്കോളും. എല്ലാ ഭാഗത്തും എത്തിക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതൊന്ന് ഒരു 3 മണിക്കൂർ ഫ്രീസറിൽ സെറ്റാകാൻ വെക്കണം. ഫ്രിഡ്ജിൽ വയ്ക്കുമ്പം ഫ്രീസറിൽ തന്നെ വെക്കാൻ നോക്കണം. അപ്പോൾ ഒരു 3 മണിക്കൂർ മതിയാകും. അപ്പോൾ ഞാൻ 3 മണിക്കൂർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഫ്രീസറിലായിരുന്നു കേട്ടോ വെച്ചിരുന്നത്. അപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ കമത്തി കൊടുത്തിട്ട് നേരെ ഓപ്പോസിറ്റ് കമത്താൻ പോവാണ് ഞാൻ. അപ്പോൾ ഞാൻ പൊക്കാൻ പോവാണ്. പയ്യെ എടുക്കണം കേട്ടോ. ഇത് പെട്ടെന്നൊന്നും വരില്ല. സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് ഏറ് തിങ്ങിയതിൻ്റെ.
അപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് കളർഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട്. ഉള്ളിലൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായെങ്കിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ആകെ ആ 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കുന്ന ടൈം മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടനടുത്തുള്ള ബെല്ലൈക്കനോട്ട് ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ.